മഹാഭാരതത്തിലെ ഒരു വീരനായകനാണ്. അഭിമന്യു. അർജുനൻ ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച മകനാണ്. ഇദ്ദേഹം ചന്ദ്രന്റെ അംശാവതാരമായി വിശേഷിപ്പിക്കുന്നു. അഭിമന്യുവിനെ അച്ഛനോളം പോന്ന വില്ലാളിയായാണ് മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ദേവന്മാരിൽ ഒരാളായി ചന്ദ്രന്റെ പുത്രന്റെ പുനർ അവതാരമായിരുന്നു അഭിമന്യു. തന്റെ മകനെ ഭൂമിയിൽ അവതരിക്കാൻ അനുവദിക്കണമെന്ന് ചന്ദ്രയോട് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ മകൻ ഭൂമിയിൽ 16 വർഷം മാത്രമേ നിലനിൽക്കൂ എന്ന് ഒരു കരാറുണ്ടാക്കി. അതിനേക്കാൾ കൂടുതൽ കാലം തന്നിൽ നിന്ന് വേർപെടുത്തുകയില്ല. അങ്ങനെ അർജുനന്റെയും സുഭദ്രയുടെയും മകനായി ചന്ദ്രന്റെ മകൻ ജനിച്ചു. അർജുനന്റെ മൂന്നാമത്തെ മകനായിരുന്നു അഭിമന്യു. പാണ്ഡവരുടെ എല്ലാ പുത്രന്മാരിലും ഏറ്റവും പ്രിയങ്കരനായിരുന്ന അഭിമന്യുവിനെ ദ്രൗപദി സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. പാണ്ഡവർ യുദ്ധം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അഭിമന്യുവിന്റെ നേതൃത്വത്തിലുള്ള മക്കൾ ആക്രമിച്ച് അവർക്ക് നീതി ലഭിക്കുമെന്ന് ദ്രൗപദി ഒരിക്കൽ പറഞ്ഞു. വിരാട യുദ്ധത്തിനുശേഷം വിരാട് രാജാവ് ഉത്തര രാജകുമാരിയെ അർജുനൻ വിവാഹത്തിൽ വാഗ്ദാനം ചെയ്തു. എന്നാൽ താൻ ഉത്തരയെ നൃത്തം അഭ്യസിച്ചുവെന്നും ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയെ കുട്ടിക്കാലത്ത് പരിഗണിക്കാമെന്നും എന്നാൽ ജീവിതപങ്കാളിയല്ലെന്നും വിരാടിന് അർജുനൻ മറുപടി നൽകി. തന്റെ മകനായ അഭിമന്യുവുമായി വിവാഹം കഴിച്ച് ഉത്തരയെ മരുമകളായി സ്വീകരിക്കാമെന്ന് വിരാട്ടിനോട് ശുപാർശ ചെയ്താണ് അർജുനൻ ഈ വാഗ്ദാനം സ്വീകരിച്ചത്. അഭിമന്യുവിന്റെ മഹത്വം അപ്പോഴേക്കും ഭൂമിയിലുടനീളം വ്യാപിച്ചിരുന്നതിനാൽ വിരാട് രാജാവ് സന്തോഷിക്കുകയും അർജുനന്റെ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തു. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ മഹാഭാരതകഥയിൽ പ്രമുഖസ്ഥാനം കരസ്ഥമാക്കിയ കഥാപാത്രമാണ് അഭിമന്യു. സുഭദ്ര ഗർഭിണിയായിരിക്കെ മകരവ്യൂഹം, കൂർമ്മവ്യൂഹം, സർപ്പവ്യൂഹം, ചക്രവ്യൂഹം തുടങ്ങി വിവിധ വ്യൂഹങ്ങളിൽ കടക്കേണ്ടതും അവയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടതുമായ രീതികൾ കൃഷ്ണൻ സുഭദ്രയുടെ സാന്നിധ്യത്തിൽ അർജുനനോട് സവിസ്തരം വിവരിച്ചു കേൾപ്പിച്ചു. വ്യൂഹങ്ങളിൽ പ്രധാനമായ ചക്രവ്യൂഹത്തിൽ കടക്കുന്നതെങ്ങനെയെന്ന കാര്യം വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ സുഭദ്ര ഉറക്കത്തിലേക്ക് വഴുതിയത് കണ്ട് കൃഷ്ണൻ വിവരണം നിർത്തി. സുഭദ്ര ഗർഭിണിയായിരിക്കുന്നവസരത്തിലാണ് ഈ സംഭാഷണം നടന്നത്. ഗർഭസ്ഥ ശിശുവായ അഭിമന്യു ഇതു ശ്രദ്ധിക്കുകയും അമ്മയുടെ ഉദരത്തിൽ വെച്ചുതന്നെ ഈ വിദ്യകളെല്ലാം സസൂക്ഷ്മം ഹൃദിസ്ഥമാക്കി. വിവരണം പാതിയിൽ നിർത്തിയതിനാൽ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിലേക്ക് കടക്കാനുള്ള മാർഗം മാത്രമേ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വിദ്യ മനസ്സിലാക്കാൻ സാധിക്കാത്തത് പിൽക്കാലത്ത് മഹാഭാരതയുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യത്തിന് വഴിവെക്കുകയും ചെയ്തു. അമ്മയുടെ രാജ്യമായ ദ്വാരകയിലാണ് അഭിമന്യുവിന്റെ ചെറുപ്പകാലം കടന്നുപോയത്. ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുമ്നനായിരുന്നു ആദ്യഗുരു. പിന്നീട് അച്ഛൻ അർജുനനും അദ്ദേഹത്തെ ആയോധനകല അഭ്യസിപ്പിച്ചു. അമ്മയുടെ വീട്ടിൽ വളർന്നതിനാൽ അമ്മാവൻ ശ്രീകൃഷ്ണന്റെ പ്രത്യേക ശിക്ഷണത്തിൽ വളരാനും അഭിമന്യുവിന് സാധിച്ചു. വിരാട രാജകുമാരിയായ ഉത്തരയാണ് അഭിമന്യു വിവാഹം കഴിച്ചത്. കുരുക്ഷേത്രയുദ്ധത്തിന് തൊട്ടുമുമ്പ് വിരാടരാജ്യവുമായി പാണ്ഡവന്മാർക്ക് ദൃഢബന്ധമുണ്ടാക്കുവാൻ ഇതുമൂലം സാധിച്ചു. വിരാട രാജ്യം പാണ്ഡവപക്ഷം ചേർന്നാണ് കുരുക്ഷേത്രയുദ്ധം ചെയ്തത്. കുരുക്ഷേത്രയുദ്ധത്തിൽ വീരനായ അഭിമന്യുവിന്റെ മരണം ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട സമയത്തായിരുന്നു. ചക്രവ്യൂഹത്തിൽപ്പെട്ട കുമാരന്റെ മരണം പിന്നീട് കൗരവർക്ക് വളരെയധികം നാശം വരുത്തി എന്നതാണ് സത്യം.